ഒരു ദിവസം രാവിലെ ഒരു അച്ഛൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ മോളുടെ പൊരുത്തം നോക്കിയത്, പിന്നെ ഇപ്പം അവന് വേറൊരു ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ വേറെ ഭാര്യയും പിള്ളേരും ഉണ്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ മാർഗ്ഗമില്ല. പിന്നെ ഞാൻ എപ്പോഴും പൊരുത്തം നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇതിനെ പറ്റി പോയി അന്വേഷിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പുള്ളി ഞാൻ പറഞ്ഞാണ്, അന്വേഷിച്ചപ്പോൾ അവനെ പറ്റി ആരും ഒന്നും മോശം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മകൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ അയച്ചു തന്നു. ഞാൻ ഇറങ്ങിയിട്ട് ഈ കുട്ടീനെ വിളിച്ചു. കുറേ കഴിഞ്ഞു ഞാൻ ചോദിച്ചു, മോളെ എന്ത് പറ്റി? അത് ചേട്ടാ അയാൾക്ക് വേറൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോള്? അവനോട് പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല, വരുമ്പം പറയാനിരിക്കുക, അവൻ ബാംഗ്ലൂർ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചത് മോൾ എങ്ങനെ അറിഞ്ഞു? അത് ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് അർച്ചനയ്ക്ക്, ഇവർക്ക് അറിയാവുന്ന അമ്പലത്തിലെ തിരുമേനിയാണ്, അർച്ചനയ്ക്ക് കൊടുത്തപ്പം തിരുമേനി പറഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, പിന്നെ മോൾ ആരോട് പറയണ്ട, നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ഭാര്യയും കൊച്ചുമുണ്ട്, ഞാൻ ഒഴിപ്പിച്ച് തരാം, 30,000 രൂപ തന്നാൽ മതി. ഇത് കേട്ടാണ് ആ കുട്ടി വിശ്വസിച്ചത്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ പുള്ളിക്കാരൻ കേരളത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു മോളെ ഈ പുള്ളിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് മോക്ക് തോന്നിയിട്ടുണ്ടോ? അത് 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്, 2 ദിവസം ക്ഷീണമാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്ന് തുടങ്ങിയത്. 6 മാസത്തിനിടയ്ക്ക് ഇവർ 2 ദിവസം ക്ഷീണിച്ച് കിടന്ന് തുടങ്ങിക്കൂടെ? കണക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ആലോചിച്ചത്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. സാറിനാണെങ്കിൽ ഒരു ജോത്സ്യന്റെ ഒരു ലുക്ക് ഇല്ലല്ലോ, എന്താ അങ്ങനെ? ഇങ്ങനെ ലുക്ക് ഉണ്ടെങ്കിൽ ജോത്സ്യനാവും എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്നാലും ജോത്സ്യന്റെ ലുക്കില്ലല്ലോ എന്ന് വെച്ചാൽ ഈ കുറിയൊക്കെ ഇട്ട് 10 ഞാൻ 1 മണിക്കൂറോട്ട് ആലോചിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനാണോ? അല്ല, ശരിക്കും ചോദ്യത്തിലൊരു കാര്യമുണ്ട്. കാരണം പണ്ട് ഒത്തിരി മാലയിട്ട് ഒത്തിരി മോതിരയിട്ട് അങ്ങനെ നടക്കുന്നവരെയാണല്ലോ ജോത്സ്യനായിട്ട് അംഗീകരിക്കാറുണ്ടായിരുന്നു. ഫ്രീക്കറായിട്ട് വന്ന ജോത്സ്യനല്ലോ. എൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചാൽ, എനിക്ക് ചില ഹോട്ടലിലേക്ക് ഞാൻ നോൺ വെജ് കഴിക്കും, ചിക്കനൊക്കെ വിളമ്പി തരും, പിറ്റേ ദിവസം അതേ ആൾ വന്ന് നമ്മളുടെ 2 ഭക്തിപൂർവ്വം ഇരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ശരിക്കും ഈ അടുത്ത സമയത്ത് ഒരു ജോത്സ്യനെ മയക്കി കിടത്തി പിന്നെ 13 പൗണ്ട് ആഭരണം കവർന്നു എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത വന്നായിരുന്നു കൊച്ചിയിൽ നിന്ന്. അന്നേരം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പെൺകുട്ടിയെ പിടിച്ചു. ഒരു പെൺകുട്ടിയാണ് ചാറ്റ് ചെയ്തിട്ട്. പെൺകുട്ടിയെ പിടിച്ചപ്പോൾ വന്ന വാർത്ത എന്താ അറിയോ? ഈ കൊല്ലത്തുള്ളൊരു യുവ ജ്യോതിഷിയാണ് മൈക്ക് കിടത്തി 13 പവന്റെ സ്വർണ്ണം കവർന്നത്. സ്വാഭാവികമായിട്ട് 6 തലേ വരും. നിങ്ങൾ സമ്മതിക്കത്തില്ല യുവാവെന്ന് പറഞ്ഞാൽ ചിരിച്ച് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഞാൻ യുവാവാണ്. അപ്പൊ ഇത് എന്റെ തലേ വരുവേ. അപ്പൊ എന്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് തന്നെ ഇതിന്റെ ലിങ്ക് എടുത്ത് അയച്ചു തരിക. ഒന്നും ചോദിക്കുന്നില്ല, എന്നാലും ഒമർ ഉള്ളി നീയാണല്ലേടാ. അപ്പൊ എനിക്കിത് ഞാനല്ലെന്ന് പറയുകയും വേണം. ഞാനല്ലെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്താൽ താഴെ മൊത്തം അപ്പൊ നീതല്ലാണല്ലോടെ അത് കമന്റ് വരും. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ ജ്യോത്സ്യന്മാർ ഇത്രയും സ്വർണ്ണം ഇടുന്നത്? 10 വിരളെ മോതിരം, മാല. ഞാനാണ് എന്നെ ഇടിച്ചു പിഴിഞ്ഞാൽ 1 ഔൺസ് സ്വർണ്ണം കിട്ടത്തില്ല. ഞാൻ പണ്ടുപോലെ സ്വർണ്ണം ഇടത്തേയില്ല, 10 കുറി ഇടത്തില്ല. അപ്പൊ അത് പറഞ്ഞപ്പോൾ താഴെ വന്ന കമന്റ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ചെറിയ അമ്മമാര്, അയ്യോ മോനാണെന്ന് ഞങ്ങൾ വിചാരിച്ചു, ആരോ പറഞ്ഞു മോനാണെന്ന്. എന്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഫേസ്ബുക്കിൽ അത് കിടപ്പുണ്ട്. അപ്പം ഇടായിരിക്കുന്നതല്ലേ നല്ല. എന്തിനാണ് വെറുതെ വെച്ചല്ലേ ശരിക്കും ഇവര് ആ ഒരു ഫസ്റ്റ് സാധനം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് മേ ബി അങ്ങനെ ആവാം. പണ്ട് ആ ഒരു ജീവിതം അങ്ങനെ നയിക്കുന്ന ആളാണ് എന്ന്. ഞാൻ അങ്ങനെ ജീവിതം നയിക്കുന്ന ആളാണ്. ഇവിടെ ലുക്കിലല്ല വർക്കിലാണ് കാര്യം. അതെ, ലുക്കിലുള്ള കാര്യം വർക്കിലാണ്. സാർ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴൊക്കെയാണ് ജോത്സ്യന്മാരെ സമീപിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വരലില്ലല്ലോ. അതായത് ജോത്സ്യന്റെ അടുത്ത് ഒരാള് ലോട്ടറി അടിച്ചെന്ന് പറയാൻ വരത്തില്ല, ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ ആരും വരത്തില്ല. വരുന്ന മൊത്തം പ്രശ്നങ്ങളായിട്ടാണ്. അപ്പം ഈ പ്രശ്നം കൊണ്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും തന്നെ ബേസിക്കലി ഒരു സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സാധനം. എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്ന ആളോട് എന്തുവരെ ഇതാണോ പ്രശ്നം, ഇത് വലിയ പ്രശ്നമാണോ ചോദിച്ചാൽ ചോദിക്കാൻ പറ്റൂല. അല്ല, അങ്ങനെ ചോദിക്കണം. പക്ഷെ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ കൂടുതൽ മനസ്സ് വേറെ വിടവും. അപ്പൊ സമാധാനം കൊടുക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്. അത് ഞാൻ കൊടുക്കും ആവശ്യത്തിന്. ഇപ്പൊ മനസ്സ് എവിടെ പോയി പറഞ്ഞില്ലേ, എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്റെ സമയം നല്ലതാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? ഇങ്ങനെ മുഖത്ത് നോക്കി ലക്ഷണം പറഞ്ഞു വെച്ചാല് ഈ പലരുടെയും വിചാരം ഈ ജ്യോത്സ്യന്മാരെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം പതിയുന്നു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ പൊതുവെ ആളുകളുടെ ഞാൻ സൂര്യ ടി വിയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ രാവിലെ ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പം എനിക്ക് തോന്നി കിഡ്നി സ്റ്റോൺ ആണ്. കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഈ വെള്ളം കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ കാഷ്വാലിറ്റി ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നീ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പ്രഷർ അപ്പാറ്റൂസ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾ ജോത്സ്യൻ ഹരിപത്മനാഭരല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ എന്നോട് ചോദിക്കാണ് അത് ഈ ചോദ്യം നാളിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പൊട്ടി ചേച്ചി, ഞാൻ ജീവിക്കുമോ മരിക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോഴാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഇപ്പൊ വരുന്നവർക്ക് ഒരു ആശ്വാസം കൊടുത്തു വിടാന്ന്. ശരിക്കും ഇതൊരു കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട
ഇതിനകത്തൊരു കൗൺസിലിംഗ് ഉണ്ട്. ഇത് ഞാൻ പറയില്ല, കുറച്ച് ഭക്തി കൂടി ആഡ് ചെയ്തിട്ടാണ് അത് അല്ല, ചെയ്യുന്നത്. ഇത് ജ്യോതിഷത്തിൻ്റെതായ നിയമമുണ്ട്. ആ നിയമം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ നിയമത്തിലൂടെ നമുക്ക് ഒരാളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണം, സിമ്പിൾ ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ദുബൈയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവന് ഒരിക്കലും ബിസിനസ്സിൽ ഭയങ്കര പ്രശ്നം വന്നു. അപ്പോൾ ഇവനങ്ങനെ സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. ചിന്തിപ്പോൾ ഇവൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരി ഇങ്ങനെ സൂയിസൈഡിനെ പറ്റിയൊക്കെ പറയുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് വിളിക്കാമോ? ഞാൻ പറഞ്ഞെന്ന് പറയില്ലെന്നുണ്ട്. അങ്ങനെ ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. നമ്മൾ അല്ലെങ്കിൽ നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ അയക്കാൻ പറഞ്ഞു, അയച്ചു. അപ്പോൾ ആ സമയത്ത് അവന് എന്തോ കണ്ടകശനി മാറുന്നതോ അല്ലെ 12 വ്യാഴം മാറുന്നതോ ഒക്കെ ഒരു 6 മാസത്തിന് ശേഷമുള്ള ഒരു പീരീഡിലുണ്ട്. അത് ജ്യോതിഷ നിയമമാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞടാ, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം നിനക്ക് ഇത്തിരി മോശം സമയമാണ്, നീ വർക്ക് ചെയ്യുക, വെറുതെ ഇരിക്കരുത്. പക്ഷെ നീ ചെല്ലുന്നിടത്തെല്ലാം നിനക്ക് റിജക്ഷൻ ആയിരിക്കും. പക്ഷെ എന്നും വെച്ചിട്ട് നീ വീട്ടിൽ ഇരിക്കരുത്, വീണ്ടും നീ അപ്രോച്ച് ചെയ്യണം. ഇതിന്റെ ഇന്ന ഡേറ്റ് സെപ്റ്റംബർ 3 തീയതി മുതൽ നിന്റെ സമയം മാറും. പക്ഷെ അതുവരെ നീ വെറുതെ ഇരുന്നാൽ പണിയിട്ടും വർക്ക് ചെയ്തോണം. ഇവൻ പിറ്റേ ദിവസം മുതൽ ഇവന് ഒരു ബിസിനസ് അല്ല, ഇവൻ ആ മാർക്കറ്റിംഗ് ഭാഗമായിട്ട് ഇവൻ ചെല്ലുമ്പോൾ അവർ പറയും നടക്കത്തില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യും. അന്ന് വരെ റിജക്ട് ചെയ്താൽ അവൻ മെന്റലി ഡൗൺ ആവും. അന്ന് റിജക്ട് ചെയ്യുമ്പോൾ അവൻ പറയും നിനക്ക് വെച്ചിട്ട് സെപ്റ്റംബർ ആവണ്ടാ, എല്ലാം ശരിയാവൂടാ. അവൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. വീണ്ടും പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും പോകണം. അങ്ങനെ പോയി ഓട്ടോമാറ്റിക്കലി അവന്റെ വർക്ക് അതിൽ വലിയൊരു ഘടകമാണ്. കറക്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ അവന്റെ പ്രശ്നം തീർന്നു. അവർ വലിയ വിശ്വാസിയാണ്. അപ്പൊ ഈ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സയൻസ് ആണല്ലോ. സയൻസ് എന്ന് പറയുന്നത് ഈ ആധുനിക സയൻസുമായിട്ട് ഒരു ബന്ധമില്ല. ശാസിക്കപ്പെട്ടത് എന്ന് സംസ്കൃതത്തിൽ പറയും, അതായത് തുടർന്ന് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനത്തെ സയൻസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഒരു ബിലീഫാണ്, അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ. ആക്ച്വലി ഇപ്പൊ നമുക്ക് ശനിദശയാണെങ്കിൽ ഇനി ഒരു വ്യാഴം വരുന്നുണ്ട്, ശുക്രൻ വരുന്നുണ്ട്, പ്രതീക്ഷ നൽകുന്ന ഒരു സാധനമല്ലേ. ആക്ച്വലി ഇത് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ നല്ലതല്ലേ. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ഈ ജ്യോത്സ്യന്മാരെല്ലാം പൊരുത്തം നോക്കാറുണ്ട്, ഞാനും പൊരുത്തം നോക്കാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യോത്സ്യന്റെ കടമ പൊരുത്തം നോക്കൽ മാത്രമല്ല, പ്രീ മാരേജ് കൗൺസിലിംഗ് ചെയ്യണം. കാരണം ജ്യോത്സ്യന്മാരുടെ അത്രയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയാവുന്നവരില്ല. എല്ലാം ഒന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ പതിയുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാം വന്ന് പറയും ഇതാണ് പ്രശ്നം, അവരുടെ പ്രശ്നമാണെങ്കിലും എൻ്റെ പ്രശ്നം ഇതാന്ന് പറയും. ഇതൊരു വേറൊരാൾക്ക് ഇതൊരു സൊല്യൂഷനാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ, ആ നല്ല കാര്യങ്ങൾ ഞാൻ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ എല്ലാവരും വരുമ്പോഴും ഈ ജ്യോതിഷപരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് കൗൺസിലിംഗ് ആയിരിക്കും കൊടുത്തുവിടുന്നത്. അപ്പൊ അതിനെങ്ങനെ ചേട്ടൻ ഫീസ് വാങ്ങിക്കോ, അതോ അത് ഫീസ് മേടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഫീസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ ചോദിച്ച്, ഇപ്പൊ ഇത് എത്രയോ ലക്ഷം ആളുകൾ കാണുന്നതാണ്. നമ്മൾ തമ്മിൽ ഈ ഇരിക്കുന്ന നിമിഷം വരെ ഒരാളോടും ഇത്രയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടില്ല. ഇപ്പൊ ഓൺലൈനിൽ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും എത്ര രൂപയാണ്. സത്യം പറഞ്ഞാൽ 3000 രൂപയൊക്കെ ഒരു ഓൺലൈനിൽ ചോദിച്ച് മേടിക്കുന്ന ജ്യോത്സ്യന്മാർ കേരളത്തിലുണ്ട്. ഞാൻ പറയും, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ഓക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ, കാരണം അത് എൻ്റെ കോൺഫിഡൻസാണ്. എനിക്കറിയാം ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നും ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നും അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റുമെന്നും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു മേടിക്കും. അത് രക്ഷപ്പെടുമെന്നൊരു വാക്ക് കേൾക്കാനായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആണ് മനുഷ്യർ മൊത്തം. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ അറിയാം, നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന്. അത് മൂന്നാമതൊരാളതല്ലെന്നങ്ങ് പറഞ്ഞു കൊടുത്താൽ പ്രശ്നത്തിൽ കുഞ്ഞു പ്രശ്നം വരും. ഇപ്പം ഒരാൾക്ക് വീടില്ലാത്തതൊരു പ്രശ്നമായിരിക്കാം, എന്നാൽ അവർക്ക് ഇപ്പോഴത്തെ ആരോഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടാ ജ്യോതിഷന്റെ അടുത്ത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം പറയാം. അത് മാത്രമല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ ഇവരുടെ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്തെടുക്കും. പണ്ടൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഒരു ജ്യോത്സ്യൻ എൻ്റെ അച്ഛൻ്റെ പേര് പ്രവചിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ഞാൻ അച്ഛൻ്റെ പേര് പ്രവചിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അച്ഛൻ്റെ പേര് അറിയാമല്ലോ, പിന്നെ എന്തിനാ എല്ലാവരും പ്രവചിക്കില്ലേ. അയാൾ പ്രവചിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു, പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ പേരിന്റെ അവസാനം എന്നാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, പഴയ എല്ലാ അച്ഛന്മാരുടെ പേരിന്റെ അവസാനം എന്നാ. എന്റെ അച്ഛന്റെ പേര് ഗോപാലൻ. പഴയ ഹിന്ദുക്കളുടെ അച്ഛന്റെ പേരെടുത്ത് നോക്ക്, എല്ലാം എന്നാ. അതുപോലെ അമ്മമാരുടെ എല്ലാം മിക്കവാറും പേരിന്റെ അവസാനം ഏയാ. നിങ്ങൾക്ക് ജ്യോത്സ്യനാവാം. അതായത് ഇപ്പോ അങ്ങനെ വരുന്ന ആളുകളുണ്ടാവല്ലോ, അപ്പൊ ഇവർക്ക് ഈ ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടാവല്ലോ, അത് ചിലപ്പോൾ പിന്നീട് ഒരു പ്രോബ്ലംസ് ആയിട്ട് മാറുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ എടുത്ത് ചേട്ടൻ എന്ത് അഡ്വൈസ് കൊടുക്കും? ഇതാണ് ഇത്ര നേരം ആലോചിച്ചു. അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അതിന് ഒന്നാമത് ഈ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വരും. ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആളുകളെ റെഫർ ചെയ്യുന്ന ജ്യോത്സ്യനാണ് കേട്ടോ. എനിക്ക് സൈക്കോളജിസ്റ്റുകൾ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്തേക്ക് ഞാൻ റെഫർ ചെയ്ത് ഞാൻ പറയാൻ കാണുന്നല്ലോ. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ചിലപ്പോൾ അതൊരു കൂടോത്രമാണോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ. ആക്ച്വലി ചിലപ്പോൾ ഇവരെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ചിലപ്പോൾ ഒരു തെറാപ്പി ആയിട്ട് ചെല്ലുമ്പോൾ ശരിക്കും ഇവരെ അങ്ങനെ കണക്ട് ഇല്ലാത്ത പ്രശ്നം. നിങ്ങൾ പറഞ്ഞ വേറൊരു പോയിന്റ്, ഈ ജ്യോത്സ്യന്മാർക്ക് ഈ ചില സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിൽ പങ്കെടുക്കും. ഞാൻ എല്ലാ ജ്യോത്സ്യന്മാരെയും അല്ല പറയുന്നത്. ഈ ഇപ്പൊ എന്റെ ഫോണിൽ വോയിസ് ഉണ്ട്, ഇത് കഴിഞ്ഞ് ഞങ്ങളെ കേൾപ്പിക്കുക, ഒരാളെ പ്രൈവസി ആയിട്ട് കേൾപ്പിക്കുന്നില്ല.
അവന്റെ ഭാര്യ എങ്ങാണ്ട് കുറച്ച് പിണക്കായിട്ട് വന്നപ്പോൾ ഏതോ ജ്യോത്സ്യന്മാർ കൊടുത്ത് ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചവൻ നിൽക്കുമ്പോൾ നാളെ എല്ലാം സംശയമായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന തോട്ട്സ് ആണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിൽ. മനസ്സിലായി. ഇപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലുക്കിന് ജ്യോതിഷ പ്രകാരം നിങ്ങളുടെ നോട്ടത്തിനൊരു പ്രശ്നമുണ്ട്, അതൊരു പെശകാന്ന് പറഞ്ഞാൽ നാളെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനതിന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമെന്നുള്ള അങ്ങനെ ഇത് പറഞ്ഞ പോലെ ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.